വോട്ട്. ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പം ആലപ്പുഴയിൽ ആരിഫ് ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയായിരിക്കും. KC വേണുഗോപാൽ വന്നാൽ പോലും ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയായിരിക്കും ആരിഫ് എന്ന് ഞാൻ വിചാരിക്കും. എന്താ കാര്യം എന്നറിയാമോ? മുസ്ലിം നാമധാരികളായ MP മാർ ഇന്ത്യയിൽ കുറവാണെന്നേ. അവിടെ MP അത് LDF UDF എന്നൊരു പ്രശ്നമല്ല അവിടെ വരാൻ പോകുന്നത്. കഴിഞ്ഞ 2014 സ്ഥിതിയൊന്നുമല്ല. 2019 കടന്ന് 2024 വരുമ്പോൾ ആരിഫ് അവിടെ കരുത്തനാകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. വലിയ അത്ര എളുപ്പമൊന്നുമല്ല പിന്നെ UDF സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിച്ചു വരിക എന്നുള്ളത്. എൻ ബ്ലോക്കായിട്ട് ഈ പറയുന്ന കരുനാഗപ്പള്ളി മുതൽ അരൂർ വരെയുള്ള പിന്നെ മുസ്ലിം വോട്ടെന്ന് പറയുന്നത് ഒരു സംശയവുമില്ലാതെ ആരിഫിന് വേണ്ടി പോൾ ഇപ്പുറത്തെ എൻ ബ്ലോക്കായി KC വേണുഗോപാലിലേക്ക് പോകും. കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായ വോട്ട് വർധനവ് KC വരികയാണെങ്കിൽ കുറയും. അല്ല, അതുണ്ടായിക്കോട്ടെ. അപ്പം അതൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാൻ പറയുന്നത് ഇതൊരു സാധ്യതകളാണ്. നമ്മളിപ്പോൾ സാധ്യതകളാണല്ലോ നോക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലൊരു വലിയ ഈ കേരളത്തിലെ മുസ്ലിം സമുദായം വളരെ പൊളിറ്റിക്കലി വോളട്ടൈൽ ആയിട്ടുള്ള സമുദായമാണ്. അവർ രാഷ്ട്രീയ ബോധത്തോടു കൂടി വളരെ സെൻസിബിളായി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെയെങ്കിൽ വയനാട്ടിലെ ഒരു മുസ്ലിം നാമധാരി ഞാൻ ചോദിക്കുന്നത്, ഈ ജാതിയുടെ പേരിൽ നായർക്കഞ്ച്, ഈഴവന് 2 അങ്ങനെ പറഞ്ഞ് കോൺഗ്രസ് എന്തിനാണ് വീതം വെക്കുന്നത്? സ്ഥാനാർത്ഥിയുടെ മെറിറ്റ് നോക്കി കോൺഗ്രസ് നിർത്തണമെന്നേ. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഈ പൊതു തത്വങ്ങൾ പറയാം. അല്ല, മതേതരത്വമാണല്ലോ പറയുന്നത്. ഓരോ ഈ പറയുന്ന ഓരോ പിന്നെ മതം വെച്ച് വിഭജിക്കുന്നത് ഒരു ഇലക്ടറൽ പൊളിറ്റിക്സിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ മത്സരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഈ ആദർശം പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ, ഒരു സംശയമില്ല. പക്ഷേ ഈ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരു ഇലക്ടറൽ പൊളിറ്റിക്സിലേക്ക് വന്ന് കണ്ടസ്റ്റ് ചെയ്യുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഏത് സ്ഥാനാർത്ഥിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇപ്പൊ പോയിട്ട് നിങ്ങളിപ്പം KK ശൈലജ ടീച്ചറിനോട് അല്ലെങ്കിൽ MV ജയരാജനോട് ചോദിക്കുക, നിങ്ങൾക്ക് RSS വോട്ട് വേണോ? നിങ്ങൾ RSS വോട്ട് വേണ്ട എന്ന് പറയുമോ? അല്ലെങ്കിൽ BJP വോട്ട് വേണ്ട എന്ന് പറയുമോ? അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോട് ആന്റണിയോട് പോയി ചോദിക്കുക, നിങ്ങൾ BJPയുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ? മത്സരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല. മത്സരിക്കുന്നത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പൊതുതത്വങ്ങളെ എൻ്റെ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്രയോ മുന്നോട്ട് പോകുന്നു. അവിടെ ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്ത് കാൽക്കുലേഷൻസ് വളരെ പ്രധാനമാണ്. ഓരോ പോക്കറ്റുകൾ വളരെ പ്രധാനമാണ്. ഓരോ സമുദായങ്ങൾ വളരെ പ്രധാനമാണ്. ആ സമുദായങ്ങളിലെ ഉപവിഭാഗങ്ങൾ വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിലൊക്കെയാണ് വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നേ. ഇപ്പൊ BJPക്ക് ഇന്ത്യയിൽ ഗുണകരമാകുന്നത് എന്താണ്? ഒരൊറ്റ മതവിഭാഗമാണ്. ആ ഒറ്റ മതവിഭാഗത്തിനെ എന്തുകൊണ്ടാണ് BJP ഇന്ന് മുസ്ലിം സ്ഥാനാർത്ഥിയെ വേണ്ടാന്ന് തീരുമാനിച്ചത്? അത്ര എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് BJP മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മതേതരത്വത്തെ ഉദ്ഘോഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീറ്റുകൾ വിട്ടുകളയാം. ഇങ്ങനെ ആദർശാത്മകതയുടെ പേരിൽ അങ്ങനൊന്നും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പറ്റില്ല. അപ്പോൾ എല്ലാ കോമ്പിനേഷൻസ് അവിടെയാണ് എൻ്റെ ചോദ്യം. സാമുദായിക സന്തുലനത്തോടു കൂടി സ്ഥാനാർത്ഥി നിർണയം വേണമെന്ന് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന് ഉപാധിയായി പറയുകയാണ്. അതിന്റെ അടിസ്ഥാനം എന്താണ്? അങ്ങനെയാണെങ്കിൽ വയനാട് സീറ്റ് ലീഗിന് കൊടുത്തൂടെ? സാമുദായിക സന്തുലനമാകുമല്ലോ. മുസ്ലിം വിഭാഗത്തോടാണ് കൂറെങ്കിൽ, മുസ്ലിം സമുദായത്തോടാണ് കൂറെങ്കിൽ അവിടെ വയനാട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഒരു മുസ്ലിമിനെ നിർത്തുകയില്ല. ആ സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കണമെന്നേ. നല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അതിനെ പകരം അതാണ് ഇതിന്റെ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എല്ലാ വിഭാഗങ്ങളും തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന വിഭാഗത്തിൽ ഒരു MP-യെ, ഞാനിനി MP-യുടെ കാര്യം വിട്ടു, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് BJPയുടെ ഒരു MLA-യെ പറ, ഇല്ലല്ലോ. മുസ്ലിം സമുദായത്തിൽ നിന്നില്ലല്ലോ. ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തെ ഉൾക്കൊള്ളുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളുന്നത്, ധീവരരെ ഉൾക്കൊള്ളുന്നത്, അങ്ങനെ വിശ്വകർമ്മരെ ഉൾക്കൊള്ളുന്നത്, ഈഴവരെ ഉൾക്കൊള്ളുന്നത്, നായരെ ഉൾക്കൊള്ളുന്നത്, ബ്രാഹ്മിൻസിനെ ഉൾക്കൊള്ളുന്നത്, ഇങ്ങനെ ഒരു ഉൾക്കൊള്ളലാണ്. ആ ഇൻക്ലൂസീവ് അതിന് വീതം ഞാൻ മത്സരിക്കണമെങ്കിൽ ഇതാണ് കണ്ടീഷണലാണ്. മുസ്ലിം കാൻഡിഡേറ്റ് അപ്പുറത്ത് വേണമെന്ന് പറയുന്നത് കണ്ടീഷണലാണ്. ഇൻക്ലൂസീവ്നെസ് ആണെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ലീഗ് ചോദിക്കുമ്പോഴേ അവർക്ക് അർഹതയുണ്ടല്ലോ 3 സീറ്റിന്, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പോൾ പറയുന്നു സാമുദായിക സമവാക്യങ്ങൾ തകരുമെന്ന്. ഇതേ കോൺഗ്രസ് തന്നെയാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ തന്നെയാണ്. അല്ലല്ല, ലീഗിനോട് പറഞ്ഞിരിക്കുന്ന ന്യായം 15 പേരും സിറ്റിംഗ് MP-മാരാണ്. ആ 15 ഇപ്പോൾ വിട്ടുതരുന്ന എങ്ങനെയാണ് കോൺഗ്രസ് എന്നുള്ള അവരുടെ പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. ലീഗിന്റെ സഹായത്തോടെയാണല്ലോ ജയിച്ചത്. ആയിക്കോട്ടെ, അതിൽ സംശയമില്ല. അങ്ങനെയാണല്ലോ അവർ മുന്നണിയായിരിക്കുന്നത്. 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ ഒരു ലോക്സഭാ MP-യെക്കാളും വലിയ പ്രശ്നമായിരുന്നല്ലോ 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൽ 5 മന്ത്രിമാരുണ്ടായിരുന്നു.
എത്ര വലിയ പ്രതിഷേധങ്ങളാണ് കോൺഗ്രസ് നേരിട്ടിട്ടുള്ള ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നല്ല ഏറ്റവും ശക്തമായ പ്രതിഷേധമുണ്ടായത്. അതാ നിങ്ങൾ KCBC അടക്കമുള്ള ആളുകൾ പിന്നെ സംഘടനകൾ അതിനെതിരായിട്ട് രംഗത്ത് വന്നില്ലേ. ഒരു പരിധിയോളം കേരള കോൺഗ്രസ് എം LDFിലേക്ക് വിട്ടുപോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ സഭകളാണ്. അത് UDFിനകത്ത് അവർ നേരിട്ടൊരു പ്രതിഷേധം മാത്രമല്ല, അത് പല കാരണങ്ങൾ. കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ, കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ക്രിസ്ത്യൻസിനിടയിലും ക്രിസ്ത്യൻസ് മുസ്ലിംസ് വിഭാഗങ്ങൾക്കിടയിൽ പല കാരണങ്ങളാൽ ഈ പറയുന്ന അകൽച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഒരു രാഷ്ട്രീയ സാഹചര്യം, ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലീഗിൻ്റെ 5ാം മന്ത്രി വരുന്നു, ലീഗിന് പരിപൂർണമായ ആധിപത്യം വരുന്നു. ആ അർത്ഥത്തിൽ സഭകൾക്കൊരു പ്രതിഷേധം കോൺഗ്രസിനോടുണ്ടായി. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നേ 2021 തെരഞ്ഞെടുപ്പിൽ. അത് പ്രോഗ്രസ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇടുക്കിയാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും എറണാകുളം ആണെങ്കിലും ഇവിടെയൊക്കെ വലിയ വോട്ടിംഗ് പോപ്പുലേഷനാണ് പിന്നെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. അവിടെ വലിയ വിജയമാണ് LDFന് കിട്ടിയത്. അതിനകത്തൊന്നും ഒരു തർക്കമില്ല. അതിനോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം ആർജിക്കാനും LDFന് കഴിഞ്ഞു എന്നുള്ളതാണ്. ജനത്തിന് മനസ്സിലായി. CPM സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിൽ ഇതൊന്നും ഘടകമായിട്ടില്ല എന്ന് സുജയകരുതല്ലോ. CPM സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിൽ ഘടകമായി എന്ന് മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് ഉറക്കെ വാക്ക് കൊടുത്തുകൊണ്ടാണ് അവർ ന്യൂനപക്ഷത്തിനൊപ്പം നിന്നത്. അത് ഈ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഇപ്പോഴത്തേതല്ലേ, അതിന് മുൻപ് നടന്നത് കൂടി നോക്കണം. ഏക സിവിൽ കോഡ് വിഷയത്തിലൊക്കെ കൃത്യമായ സ്റ്റാൻഡ് എടുത്തത് കോൺഗ്രസ് ആണോ CPM ആണോ? മാഡം പറ. ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ആകെ വ്യത്യാസമുള്ളത് BJPക്കാണ്. BJPക്ക് ഹിന്ദു സ്ഥാനാർത്ഥികൾ മതി. അല്ല, അപ്പോൾ എന്താ ഇപ്പോഴത്തെ വിചാരം? ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. നോക്കൂ, ഈ വിവിധ മതവിഭാഗങ്ങളെയും ജാതി വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമേ അല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരെയും എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ജനാധിപത്യ മതേതര മനോഭാവവും ബഹുസ്വരതയും കാണിക്കുക എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ആ ബഹുസ്വരത, ആ പിന്നെ എന്താ പറയുക, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ്, ഇതൊക്കെ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രോഗ്രസീവായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലാക്കണം. അല്ലാതെ അതെന്താ KC വേണുഗോപാൽ വന്നാലും KC വേണുഗോപാൽ എന്താണ് പറയുന്നത്? KC വേണുഗോപാൽ അപ്പുറത്ത് രാഹുൽ ആണെങ്കിൽ KC വേണുഗോപാൽ ഇവിടെ മത്സരിക്കില്ല അല്ലേ? വളരെ സ്വാഭാവികമല്ലേ? 2 ദേശീയ നേതാക്കൾ കൂടെ മത്സരിക്കാൻ കഴിയില്ല. KC വേണുഗോപാൽ മത്സരിക്കേണ്ട വയനാട്ടിലെ ഒരു മുസ്ലിം പ്രതിനിധിയാണ്. അതെന്തുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിച്ച മുസ്ലിമിനെ നിർത്തരുതെന്നാണോ? മുസ്ലിമിനെ നിർത്തരുതെന്നല്ല, ഗിവൺ കണ്ടീഷൻ എന്ന് പറയുന്ന കണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത്. ഞങ്ങൾ മനസ്സിലാക്കുന്നു. സുജയ്ക്ക് അങ്ങനെയല്ല. ആ ഉൾക്കൊള്ളൽ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ ഈ ഉൾക്കൊള്ളലിനെ കുറിച്ച് കാൻഡിഡേറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കിയേ. അവിടെ പിന്നെ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എമ്മിന് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാൻ പറ്റുള്ളൂ. CPIയുടെ ലിസ്റ്റിൽ ഒറ്റ മുസ്ലിം ഇല്ല. 3 പേരുണ്ട് CPMന്റെ ലിസ്റ്റിൽ. എന്തിനാ CPM അത് ചെയ്തത്? ഇൻക്ലൂസീവ്നെസ് ആണ്. അതിനകത്തൊന്നും കോഴിക്കോട് മലപ്പുറത്ത് പിന്നെ വസീഫിനെ നിർത്തി, പിന്നെ ആരിഫിനെ നിർത്തി, 3 പേരെ CPM നിർത്തി. എന്താണത് കാണിക്കുന്നത്? മറുഭാഗത്ത് സാമുദായിക സംവരണം ഉറപ്പാക്കാൻ വയനാട്ടിൽ നിർത്തുകയും വേണമെന്ന് പറയുന്നത് ഇതേ കോൺഗ്രസ് ആണ്. ഇതെന്താ അറിയാം, അത് കോൺഗ്രസ് മുക്ത ഭാരതത്തിനായിട്ടുള്ള അത് നിങ്ങളുടെ മലക്കോട്ടയാണ്. അതങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറയട്ടെ, KC വേണുഗോപാൽ ഒരു സുജയ, KC വേണുഗോപാൽ സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കണം എന്ന് പറഞ്ഞത് തെറ്റാണോ? അല്ല, സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനകത്ത് തെറ്റാണോ? അത് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് അങ്ങനെ വാദിച്ചൂടെ? എന്നാൽ മാത്രം ഞാൻ മത്സരിക്കാം, അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണ് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. കോൺഗ്രസ് UDF സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കണം. അത് ഏറ്റവും പ്രോഗ്രസീവായ സ്റ്റേറ്റ്മെന്റ്. അതിനെയാണ് സാമുദായിക പ്രീണനം എന്ന് നമുക്ക് മലയാളത്തിൽ ഒറ്റ വാക്കിൽ സ്വാംശീകരിക്കാൻ കഴിയുക. സാമുദായിക പ്രീണനം നടത്തുകയും പാർട്ടിയെ ഇന്ത്യയിലുള്ളൂ. ആ പാർട്ടി അത് വെച്ചിട്ടല്ല ചെയ്യുന്നത്. സാമുദായിക പ്രീണനം, മതപ്രീണനം ഒറ്റ പാർട്ടിയേ ഉള്ളൂ ഇന്ത്യയില്. ആ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. BJP ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് എനിക്കുറപ്പുണ്ട്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കാതെ അല്ല സുജയ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയിൽ ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാവരെയും അകറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനം അധികാരത്തിൽ നിൽക്കുമ്പോൾ
എ.പി. അബ്ദുള്ളക്കുട്ടി സീറ്റൊക്കെ അറിയാം. എ.പി. അബ്ദുള്ളക്കുട്ടിയുടെ സീറ്റൊക്കെ അറിയാം. എ.പി. അബ്ദുള്ളക്കുട്ടി ഒന്ന് നോട്ടെ. അതിപ്പോ അങ്ങനെ അച്ഛാ ഈ പറയുന്ന കണക്ക് ഇല്ലല്ല, ഗവർണർ അല്ലേ? ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാണ്, ഒരു പ്രശ്നമില്ല. എ.പി. അബ്ദുള്ളക്കുട്ടി ഞാൻ കരുതുന്നില്ല. പിന്നെ എ.പി. അബ്ദുള്ളക്കുട്ടിയെ എന്തായാലും ഇടതുപക്ഷം താങ്കളുടെ തന്നെ ഇടതുപക്ഷം മൂന്ന് പേരെ മത്സരിപ്പിച്ചത് മത്സരിപ്പിക്കുന്നതിനല്ലല്ലോ ആരും എതിര്. അത് ഇങ്ങനെ തന്നെ മതവും ജാതിയും നോക്കി തന്നെയാണ് നിർത്തിയത്. കൃത്യമായ പോക്കറ്റുകളിൽ നിന്ന് ആ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണ്. അല്ല എങ്കിൽ ഇല്ല, ഞാനത് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഇതിപ്പോ ഓരോ സ്ഥാനാർത്ഥികളെയും ഓരോ പാർട്ടികളും മത്സരിപ്പിക്കുന്നത് കൃത്യമായ കണക്കുകൂട്ടലോടുകൂടിയാണ്. അതിനകത്ത് സമുദായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏത് സമുദായത്തിന്, ഏത് മതവിഭാഗത്തിനാണ് കൂടുതൽ ആധിപത്യം, കൂടുതൽ വോട്ട് ഷെയർ, ആ മതവിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കും. എന്തിനാണ് അത് കൊണ്ടുവരുന്നത്? ഏറ്റവും കൂടുതലായിട്ട് ആളുകളുടെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയോട് വരുന്നത് വിജയസാധ്യതയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊരു തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിങ്ങൾ മത്സരിക്കുമ്പോൾ ഇതിപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൊന്നും അല്ലല്ലോ. സ്വാതന്ത്ര്യ സമരത്തിലല്ലോ നമ്മൾ പങ്കെടുക്കുന്നത്. നടക്കുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അത് നടക്കുന്നുണ്ട്, അത് വ്യക്തവുമാണ്. എങ്ങനെയാണത് പ്രീണനം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇലക്ട്രൽ ടാക്ടിക്സിൽ അതും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അത് തന്നെയാണ് കോൺഗ്രസും CPI-എമ്മും ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എല്ലാ ഇലക്ട്രൽ പൊളിറ്റിക്സിലും ഇങ്ങനെ തന്നെയാണ്. Meet the editors.